എത്ര പെട്ടെന്നല്ലേ കർക്കിടക മാസം വന്നെത്തിയത്. നല്ല മഴ പെയ്യുന്ന സമയത്ത് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് ഉമ്മറത്തിരുന്ന് പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കാം. ആ മഴയുടെ സംഗീതത്തിന് ഒരു പ്രത്യേക ആസ്വാദ്യതയായിരിക്കും. മഴക്കാലത്ത് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ ശരീരവും പ്രകൃതിയും തമ്മിലൊരു കണക്ഷനുണ്ട്. അതായത് ഇവയ്ക്ക് രണ്ടിനും, അതായത് ശരീരത്തിനും അതുപോലെ പ്രകൃതിക്കും ബലം കുറയുന്നൊരു മാസം കൂടിയാണത്. രാമായണ മാസം എന്നും അതുപോലെ തന്നെ ആരോഗ്യരക്ഷാ മാസമായിട്ടും ഈ മാസത്തെ കണക്കാക്കാറുണ്ട് നമ്മൾ. ഇതൊന്ന് കേട്ടു നോക്കൂ നിങ്ങൾ കേട്ടോ. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യത്തെ കാര്യമായി ബാധിക്കാറുണ്ട്. കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ചും ശാരീരിക മാനസിക ആരോഗ്യം തീർത്തും ദുർബലമായിരിക്കും. പല വിധത്തിലുള്ള വേദനകൾ തലപൊക്കി വരുന്ന സമയമാണിത്, പ്രത്യേകിച്ചും വാതരോഗങ്ങൾ. അതുകൊണ്ട് തന്നെ ആയുർവേദ ചികിത്സയ്ക്ക് ഈ സമയത്ത് വളരെ പ്രാധാന്യമുണ്ട്. കർക്കിടക മാസത്തിൽ 2 രീതിയിലായി ആയുർവേദ ചികിത്സ തിരഞ്ഞെടുക്കാം. നിങ്ങൾ ആരോഗ്യവാനായ മനുഷ്യനാണെങ്കിൽ, അതായത് സ്വസ്ഥനാണെങ്കിൽ, നിങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് രസായന ചികിത്സ തിരഞ്ഞെടുക്കാം. അതല്ല, നിങ്ങൾക്ക് ദീർഘകാലമായി ഏതെങ്കിലും അസുഖങ്ങൾ, ത്വക്ക് രോഗങ്ങളോ ഡിസ്ക് സംബന്ധമായ അസുഖങ്ങളോ ഉണ്ടെങ്കിൽ ഈ സമയത്ത്, കർക്കിടക സമയത്ത് ചികിത്സ ചെയ്യുന്നത് വളരെ അത്യുത്തമമാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആരോഗ്യം ആയുർവേദത്തിലൂടെ ആവട്ടെ. എല്ലാവർക്കും ആരോഗ്യം, അതാണ് ആയുർവേദത്തിൻ്റെ ലക്ഷ്യം.